പൊതുവേ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് സംസാരിക്കുക എന്നുള്ളത്. മലയാളികൾക്ക് മാത്രമല്ല, എല്ലാ ആൾക്കാർക്കും അല്ലേ. ഇനി കാര്യങ്ങൾ പറയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് നമ്മളാണ് കുറച്ച് കൂടുതൽ വലിച്ചു നീട്ടി പറയാറുള്ളത് അല്ലേ. അത് സംസാരപ്രിയരായതുകൊണ്ടാണ് പലപ്പോഴും. ഈ വാക്യങ്ങളെ അല്ലെങ്കിൽ വാക്കുകളെ വലിച്ചു നീട്ടി പറയാതെ അതിനെ കുറുക്കി പറയാം അല്ലെങ്കിൽ ചുരുക്കി പറയാം. ഇത്തരത്തിൽ വാക്കുകളുടെ ചുരുക്ക് രൂപങ്ങളുണ്ട്. അവയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഒറ്റപ്പദങ്ങൾ എന്ന് വിളിക്കുന്നത്. വിപുലമായ പദഘടനകളിൽ നിന്ന് മാറ്റി അല്ലെങ്കിൽ പദങ്ങളിൽ നിന്ന് മാറ്റി ലളിതമായ പദപ്രയോഗങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഒരു രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒറ്റപ്പദങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് PSC ഒട്ടേറെ ചോദ്യങ്ങൾ എല്ലാ പരീക്ഷകളുമായി ഒട്ടേറെ എന്താ പറയുക, എല്ലാ പരീക്ഷകളും നമ്മളിപ്പോൾ കഴിഞ്ഞ പരീക്ഷകൾ ഉൾപ്പെടെ നോക്കുകയാണെങ്കിൽ പോലും എന്തുണ്ട്? ഒറ്റപ്പദങ്ങൾ എന്നൊരു വിഭാഗത്തെക്കുറിച്ചുള്ള ചോദ്യമുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഏതൊക്കെയാണ് PSC ചോദിച്ച കുറച്ച് ചോദ്യങ്ങളെന്നത് പരിചയപ്പെട്ടു വരാം. ഇവിടെ ഒന്ന് രണ്ട് പ്രീവിയസ് ചോദ്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത്, ലോകത്തെ സംബന്ധിച്ചത് എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം ഏതാണ്? ചോദ്യം ശ്രദ്ധിക്കുക. ലോകത്തെ സംബന്ധിച്ചത് എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം ഏതാണ്? ലോകത്തെ സംബന്ധിച്ചത് എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം ഏതാണ്? അവിടെ ഓപ്ഷനില്ല. ലൗകികം എന്നൊരു ഓപ്ഷനുണ്ട്, ലോകൈകം എന്നൊരു ഓപ്ഷനുണ്ട്, ലൗകികം എന്നൊരു ഓപ്ഷനുണ്ട്, ലോകയുദ്ധം എന്നൊരു ഓപ്ഷനുണ്ട്. ശ്രദ്ധിക്കുക, ചോദ്യം ലോകത്തെ സംബന്ധിക്കുന്നത് എന്നാണ്. ലോകത്തെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ ലോകത്തെ സംബന്ധിച്ചത്. അപ്പോൾ അത് ലോകൈകം എന്നാണോ? അല്ല, അത് ലോക പ്ലസ് ഏകം അല്ലെ. ലോക പ്ലസ് ഏകമാണ് ലോകൈകം. തെറ്റ്. ഇനി ലോകയുദ്ധമാണോ? ലോകത്തെ സംബന്ധിക്കുന്നതിന് ലോകയുദ്ധം ആണോ? വരില്ല. എന്നാൽ ലൗകികം, ലൗകികം ഈ രണ്ട് വാക്കുകൾ കിടപ്പുണ്ട്. ഇതിൽ എപ്പോഴും ഓർമ്മിച്ച് വയ്ക്കുക, ഇതിൽ ശരിയായ പദം ലൗകികം എന്നതാണ്. അതായത് ലോകത്തെ സംബന്ധിക്കുന്നത് എന്നർത്ഥം വരുന്നത് ലൗകികം എന്ന പദമാണ്. നമ്മൾ പൊതുവെ ഉപയോഗിക്കാറുള്ളത് ലൗകികം എന്നാണ്. ശ്രദ്ധിക്കുക, ഈ ഒറ്റപ്പദങ്ങളൊന്നും തന്നെ നീട്ടില്ല കേട്ടോ. നീട്ട് മാക്സിമം കുറയ്ക്കുക, നീട്ട് കുറച്ച് ചുരുക്കി പറയാം. നീട്ട് വരുമ്പോഴാണ് തെറ്റിപ്പോകുന്നത്. പദം ഏതാണ്? ലൗകികം എന്നാണ്. ലോകത്തെ സംബന്ധിക്കുന്നത് ലൗകികം. എന്നാൽ അടുത്തത് ഒറ്റപ്പദമാക്കുക. ദശരഥന്റെ പുത്രൻ. പ്രീവിയസ് ചോദ്യമാണ്, LD ചോദ്യമാണ് അല്ലേ. പ്രീവിയസ് ചോദ്യമാണ്. ദശരഥന്റെ പുത്രൻ. LD ഡിഗ്രി ലെവൽ പരീക്ഷകളൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ദശരഥന്റെ പുത്രൻ. ദശരഥന്റെ പുത്രൻ ആരാണ് എന്നുള്ളതാണ് അല്ലേ. അപ്പൊ ദശരഥന്റെ പുത്രനെ എന്ത് വിളിക്കും? ദാശരഥി എന്ന് വിളിക്കൂ, ദശവീരൻ എന്ന് വിളിക്കൂ, ദശഗ്രീവൻ എന്ന് വിളിക്കൂ, ദക്ഷൻ എന്ന് വിളിക്കുമോ എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ് അല്ലേ. ദശരഥന്റെ പുത്രനെ എന്ത് വിളിച്ചു? ദാശരഥി എന്ന് വിളിച്ചു. ദശരഥന്റെ പുത്രനെ എന്ത് വിളിച്ചു? ദാശരഥി എന്ന് വിളിച്ചു. എന്നാൽ ഇതേ PSC മറ്റൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ദാശരഥി എന്നതിനെ ഘടകപദമാക്കുക. ദാശരഥി എന്നതിന്റെ ഘടകപദമാക്കുക അല്ലെങ്കിൽ വിഗ്രഹിച്ചെഴുതുക. എന്നിട്ട് അവിടെ ദശരഥന്റെ പുത്രി എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ദശരഥന്റെ പുത്രി. അതായത് ഇങ്ങനെയാണ് ചോദ്യം വരിക. ജനകന്റെ പുത്രി ജാനകി എങ്കിൽ ദാശരഥി എന്നിട്ട് ഓപ്ഷനിൽ ദശരഥന്റെ പുത്രി എന്ന് തരും. ദശരഥന്റെ പുത്രിയാണോ? ദശരഥന്റെ പുത്രി ഉണ്ടോ? ഇല്ലല്ലേ. അപ്പൊ ദശരഥന്റെ പുത്രൻ ദാശരഥി. അപ്പൊ ഈ ടൈപ്പ് ചോദ്യം കണ്ടു കഴിഞ്ഞാലും എഴുതാൻ നമ്മൾ അറിഞ്ഞിരിക്കണം ദാശരഥി. ഓക്കെ. ദെൻ ഈ കഴിഞ്ഞ എക്സാമുകളിൽ ചോദിച്ചതാണ് അറിയുവാനുള്ള ആഗ്രഹം അല്ലെങ്കിൽ അറിയാനുള്ള ആഗ്രഹത്തെ എന്ത് പറയും? അറിയാനുള്ള ആഗ്രഹത്തെ സൂചിപ്പിക്കുന്ന ഒറ്റപ്പദം എന്താ? വിവക്ഷ എന്നാണോ? ഉത്സാഹം എന്നാണോ? ജിജ്ഞാസ എന്നാണോ? കൗശലം എന്നാണോ? വിവക്ഷ പറയുവാനുള്ള ആഗ്രഹം അല്ലെ. വിവക്ഷ എന്ന് പറയുന്നത് എന്താണ്? പറയുകയാണ്. വിവക്ഷ പറയുന്നതാണ്, ആഗ്രഹമല്ല പറയുന്നതാണ്. ഇപ്പോൾ എന്താണ്? ഉത്സാഹം അത് സന്തോഷം, കൗശലം അല്ല അത് കുശാഗ്രത അല്ലേ. ഓക്കെ. അപ്പൊ ഇവിടെ വരുന്നത് ജിജ്ഞാസ എന്നതാണ്. ജിജ്ഞാസയാണ് അറിയുവാനുള്ള ആഗ്രഹം. മക്കൾ അവിടെ പഠിച്ചു വെക്കുക. ജിജ്ഞാസ, ജിജ്ഞാസ. അതായത് എഴുതി ഇങ്ങനെ തന്നെ എഴുതി പഠിക്കുന്നത് പദശുദ്ധിക്ക് ചോദിക്കുന്ന വേടാണ്. ഓക്കെ അല്ലേ. അപ്പൊ അറിയുവാനുള്ള ആഗ്രഹമാണ് ജിജ്ഞാസ. എന്നാൽ അടുത്ത ചോദ്യം, വീരസേനന്റെ പുത്രൻ അവരെ വീരസേനൻ എന്ന് വിളിക്കുമോ? വൈരസേനി എന്ന് വിളിക്കുമോ? വൈരസേനൻ എന്ന് വിളിക്കുമോ? വൈരസേനികൻ എന്ന് വിളിക്കുമോ എന്നതാണ് ചോദ്യം. വീരസേനന്റെ പുത്രനാണ്. അത് വൈരസേനി. വീരസേനന്റെ പുത്രൻ ആരാ? വൈരസേനി. വീരസേനന്റെ പുത്രൻ വൈരസേനി. അപ്പോൾ ക്ലിയർ അല്ലേ? ഈ ഒരു പാറ്റേണിലാണ് ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരിക. ഒന്നിൽ ഡയറക്റ്റ് ഒറ്റപ്പദം ചോദിക്കുക, അല്ലെങ്കിൽ ഒറ്റപ്പദം തന്നിട്ട് അതിൻ്റെ വിഘടിത രൂപം ഏത് എന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വാക്കുകൾ ഇനി പരിചയപ്പെട്ടു വരാം. അതിൽ ഒന്നാമത്തേത് ദൈവത്തെ സംബന്ധിച്ചത് എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം ഏത്? ദൈവത്തെ സംബന്ധിച്ചത് എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം ഏതാ? ദൈവികം. പൊതുവെ നമ്മൾ എങ്ങനെ എഴുതാറുള്ളത്? ഇങ്ങനെ എഴുതുന്നല്ലേ.
ദൈവീകം എന്നെഴുതും അല്ലേ? എന്നാൽ ഇത് തെറ്റാണ് കേട്ടോ. ദൈവീകം എന്നെഴുതരുത്, അത് തെറ്റാണ്. പദം ഏതാണ്? ദൈവികമാണ്. എങ്കിൽ ഉൽപ്പത്തിയെ സംബന്ധിച്ചത് ഉൽപ്പത്തി. ഈ ഉൽപ്പത്തി എന്ന വാക്കിൽ നിന്ന് തുടങ്ങുക. ഔൽപത്യം. ഉൽപ്പത്തിയെ സംബന്ധിക്കുന്ന എന്താണ്? അത് ഔൽപത്യം. ഉൽപ്പത്തിയെ സംബന്ധിക്കുന്ന എന്താണ്? അത് ഔൽപത്യം. ഉൽപ്പത്തിയെ സംബന്ധിക്കുന്നത് ഔൽപത്യം. അപ്പോൾ ഓർമ്മിച്ച് വയ്ക്കുക, ഉൽപ്പത്തിയെ സംബന്ധിക്കുന്നത് അത് ഔൽപത്യം. പുരാണത്തെ സംബന്ധിക്കുന്നത് പുരാണം. പുരാണം പുരാണം. പുരാണത്തെ സംബന്ധിക്കുന്നത് പൗരാണികം. പുരാണത്തെ സംബന്ധിക്കുന്നത് പൗരാണികം. എങ്കിൽ മനസ്സിനെ സംബന്ധിച്ചത് മനസ്സ്. മനസ്സ് അല്ലെ? മനസ്സ് അത് മാനസികം. മാനസികം. മാനസികാരോഗ്യ കേന്ദ്രം എന്നാണ്. അല്ലാതെ മാനസിക ആരോഗ്യ കേന്ദ്രം എന്നല്ല, തെറ്റ്. മാനസികം എന്ന പദം ഓർമ്മിച്ച് വയ്ക്കുക. മാനസികം. ഇനി ഇഹലോകത്തെ സംബന്ധിക്കുന്നത് ഇഹലോകത്തെ സംബന്ധിക്കുന്നത് ഇഹലോകത്തെ സംബന്ധിക്കുന്നത് അത് ഐഹികം. ഇഹലോകത്തെ സംബന്ധിക്കുന്നത് ഐഹികം. ഇഹലോകത്തെ സംബന്ധിക്കുന്നത് ഐഹികം. എങ്കിൽ പിതാവിനെ സംബന്ധിക്കുന്നത് പിതൃസംബന്ധമായത് പിതൃസംബന്ധമായത് അതിൽ തന്നെ ഉണ്ടല്ലേ? പൈതൃകം. പിതൃസംബന്ധമായത് പൈതൃകം. പിതാവിനെ സംബന്ധിക്കുന്നത് പൈതൃകം. ദൈവത്തെ സംബന്ധിക്കുന്നത് ദൈവികം. ഉൽപ്പത്തിയെ സംബന്ധിക്കുന്നത് ഔൽപത്യം. പുരാണത്തെ സംബന്ധിക്കുന്നത് പൗരാണികം. മനസ്സിനെ സംബന്ധിക്കുന്നത് മാനസികം. ഇഹലോകത്തെ സംബന്ധിക്കുന്നത് ഐഹികം. പിതാവിനെ സംബന്ധിക്കുന്നത് പൈതൃകം. ഇനി സമൂഹത്തെ സംബന്ധിച്ചത് സമൂഹത്തെ സംബന്ധിച്ചത് സമൂഹത്തെ സംബന്ധിച്ചത് സാമൂഹികം. സമൂഹത്തെ സംബന്ധിച്ചത് സാമൂഹികം. സമൂഹത്തെ സംബന്ധിച്ചത് സാമൂഹികം. എന്നാൽ പിശാചിനെ സംബന്ധിക്കുന്നത് പിശാചിനെ സംബന്ധിക്കുന്നത് അത് പൈശാചികം. പിശാചിനെ സംബന്ധിക്കുന്നത് പൈശാചികം. പഠിച്ചോണേ, ഇമ്പോർട്ടൻ്റ് ആണ്. സമൂഹത്തെ സംബന്ധിക്കുന്നത് സാമൂഹികം. സമൂഹം സാമൂഹികം. പിശാച് പൈശാചികം അല്ലെ? അതൊരു പൈശാചികമായ പ്രവൃത്തിയായി പോയി. അപ്പോൾ പിശാചിനെ സംബന്ധിക്കുന്നതെന്നാ പൈശാചികം. ഇനി വിവാഹത്തെ സംബന്ധിക്കുന്നത് വിവാഹം. എടാ ആ വേർഡിലുണ്ട് നോക്ക്. ഇവിടെ എല്ലാം നമ്മൾ എങ്ങനെ എടുത്ത മക്കൾ? ആ വേർഡ് തന്നെയല്ലേ കറക്റ്റ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ വിവാഹത്തെ സംബന്ധിക്കുന്നത് വൈവാഹികം. വിവാഹത്തെ സംബന്ധിക്കുന്നത് വൈവാഹികം. പരലോകത്തെ സംബന്ധിക്കുന്നത് ഇവിടമല്ല, അങ്ങ് തട്ടിപ്പോയി മേളിൽ പോകുമ്പോൾ അല്ലേ? പരലോകത്തെ സംബന്ധിക്കുന്നത് പാരത്രികം. ത്രികം 3 അല്ലെ? 3 3 ത്രികം 3 മൂന്നിലൊന്ന്, അത് പാരത്രികം. ഓക്കെ അല്ലേ? എങ്കിൽ ജനങ്ങളെ സംബന്ധിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളാൽ, ജനകീയം അല്ലെ? ജനങ്ങളെ സംബന്ധിക്കുന്നത് ജനകീയം. ജനങ്ങളെ സംബന്ധിക്കുന്നത് ജനകീയം. ഗ്രഹത്തെ സംബന്ധിക്കുന്നത് ഗ്രഹം വീട്. ഗ്രഹത്തെ സംബന്ധിക്കുന്നത് അത് ഗാർഹികം. ഗ്രഹത്തെ സംബന്ധിക്കുന്നത് ഗാർഹികം. ഗ്രഹത്തെ സംബന്ധിക്കുന്നത് ഗാർഹികം. ഇനി ഗുരുവിനെ സംബന്ധിക്കുന്നത് അല്ലെങ്കിൽ ഗുരുവിൻ്റെ ഭാവം, ഇതൊരു പ്രീവിയസ് ചോദ്യമാണ്. ഓക്കെ, ചോദ്യം എങ്ങനെ? ഗുരുവിൻ്റെ ഭാവം പ്രീവിയസ് ചോദ്യമാണ് മക്കളെ, പഠിച്ചു വെക്കുക. ഗുരുവിൻ്റെ ഭാവം അത് ഗൗരവമാണ്. ഗുരുവിൻ്റെ ഭാവം ഗൗരവം. നമ്മൾ ഈ ഗൗരവഭാവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പെരുക്കി പിടിച്ചുകൊണ്ടിരിക്കുകയെന്നല്ല കേട്ടോ. ഗുരുവിൻ്റെ ഭാവമാണ് ഗൗരവം. ഗുരുവിൻ്റെ ഭാവം ഗൗരവം. ഇനി ചരിത്രത്തിന് മുൻപുള്ളത് അത് ചരിത്രാതീതം അല്ലെ? ചരിത്രത്തിനും മുന്നേ ഉള്ളതാണ്. ചരിത്രാതീതം എന്ന് കാണിച്ചതാണ്. ചരിത്രാതീതം അതിലും പഴയതാ. നരകത്തിലെ നദിയോ? പണ്ട് കഥകളിൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, നരകത്തിലൂടെ എന്തൊഴുകുന്നു? വൈതരണി നദി ഒഴുകുന്നു. നരകത്തിലൂടെ വൈതരണി നദി ഒഴുകുന്നു. നമ്മളെയൊക്കെ കൊണ്ടുവന്ന് അതിലിടും എന്നൊക്കെ കേട്ടിട്ടില്ലേ ഞങ്ങൾ? ഓക്കെ ഓക്കെ, എന്നെ ഇടത്തില്ല, കുഴപ്പമില്ല. ഓക്കെ ശരി, നോക്കി. അപ്പോൾ നരകത്തിലെ നദി ഏതാ? അത് വൈതരണിയാണ്. നരകത്തിലെ നദി ഏതാ? അത് വൈതരണി. ജലന്റെ ഭാവം ജലൻ 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 അല്ലേ? നാണമില്ലാത്ത ഒരവസ്ഥ, അത് തന്നെയാണ് ജലന്റെ ഭാവം. അതാണ് ജാള്യം, നാണക്കേട് അല്ലേ? ജലന്റെ ഭാവം ജാള്യം. ജലന്റെ ഭാവം ജാള്യം. ഇനി ബ്രാഹ്മണർ താമസിക്കുന്ന തെരുവ്. ബ്രാഹ്മണർ താമസിക്കുന്ന തെരുവിനെ എന്ത് വിളിച്ചു? ബ്രാഹ്മണർ താമസിക്കുന്ന തെരുവ്. ബ്രാഹ്മണർ താമസിക്കുന്ന തെരുവ് അഗ്രഹാരം. പഠിച്ചു വെച്ചോണേ, ബ്രാഹ്മണർ താമസിക്കുന്ന തെരുവാണ് അഗ്രഹാരം. ബ്രാഹ്മണർ താമസിക്കുന്ന തെരുവ് അഗ്രഹാരം. ഇനി മൃദംഗം വായിക്കുന്നവൻ, അത് പഠിച്ചു വെച്ചോ മക്കളെ, ചോദിക്കും. കൊള്ളാം. മൃദംഗം വായിക്കുന്നവൻ മാർദംഗികൻ. മൃദംഗം വായിക്കുന്നവൻ മാർദംഗികൻ. മൃദംഗം വായിക്കുന്നവൻ മാർദംഗികൻ. ഓക്കെ അല്ലേ? അപ്പോൾ ഗുരുവിൻ്റെ ഭാവം ഗൗരവം, ചരിത്രത്തിന് മുൻപുള്ളത് ചരിത്രാതീതം, നരകത്തിലെ നദി വൈതരണി, ജലന്റെ ഭാവം ജാള്യം, ബ്രാഹ്മണർ താമസിക്കുന്ന തെരുവ് അഗ്രഹാരം, മൃദംഗം വായിക്കുന്നവൻ മാർദംഗികൻ. ബാഹുവിൽ നിന്നും ജനിച്ചവൻ. ബാഹുവിൽ നിന്നും ജനിച്ചവൻ ബാഹുജൻ. ബാഹുവിൽ നിന്നും ജനിച്ചവൻ ബാഹുജൻ. ബാഹുവിൽ നിന്നും ജനിച്ചവൻ
ബാഹുജൻ. എങ്കിൽ ക്ഷതത്തിൽ നിന്ന് ത്രാണം ചെയ്യുന്നവൻ, ക്ഷതത്തിൽ നിന്ന് ത്രാണം ചെയ്യുന്നവൻ, ക്ഷതത്തിൽ നിന്ന് ത്രാണം ചെയ്യുന്നവൻ അതാണ് ക്ഷത്രിയൻ. ക്ഷതത്തിൽ നിന്ന് ത്രാണം ചെയ്യുന്നവൻ ക്ഷത്രിയൻ, ക്ഷതത്തിൽ നിന്ന് ത്രാണം ചെയ്യുന്നവൻ ക്ഷത്രിയൻ. വിലമതിക്കാനാകാത്തത്, വിലമതിക്കാനാകാത്തത് അതാണ് അനർഘം. അനർഘം മൂല്യം നിർണ്ണയിക്കാനാവാത്ത അമൂല്യമാണ് അല്ലേ? അതേപോലെ തന്നെയാണ് അനർഘം. അനർഘം വിലമതിക്കാനാകാത്തത്, അനർഘം വിലമതിക്കാനാകാത്തത് അനർഘം. നോക്കിയേ, സുമിത്രയുടെ പുത്രൻ ആരുടെയാണ്? സുമിത്രയുടെ പുത്രൻ. നമ്മൾ നേരത്തെ ദശരഥന്റെ പുത്രൻ ദാശരഥി പറഞ്ഞു പോലെ ഇവിടെ എന്താണ്? സുമിത്രയുടെ പുത്രൻ, അത് സൗമിത്രി. സുമിത്രയുടെ പുത്രൻ സൗമിത്രി, സുമിത്രയുടെ പുത്രൻ സൗമിത്രി. ദ്രോണരുടെ പുത്രൻ ദ്രോണർ, ദ്രോണരുടെ പുത്രൻ ദ്രൗണി. സുമിത്രയുടെ പുത്രൻ സൗമിത്രി എങ്കിൽ ദ്രോണരുടെ പുത്രൻ ദ്രൗണി. ഇനി വിനതയുടെ പുത്രൻ അവൻ വൈനതേയൻ. വിനതയുടെ പുത്രൻ വൈനതേയൻ. ബാഹുവിൽ നിന്ന് ജനിച്ചവൻ ബാഹുജൻ. ക്ഷതത്തിൽ നിന്ന് ത്രാണം ചെയ്യുന്നവൻ അത് ക്ഷത്രിയൻ. വിലമതിക്കാനാകാത്തത് അനർഘം. സുമിത്രയുടെ പുത്രൻ സൗമിത്രി, ദ്രോണരുടെ പുത്രൻ ദ്രൗണി, വിനതയുടെ പുത്രൻ വൈനതേയൻ. ജനകന്റെ പുത്രി പ്രീവിയസ് ആണല്ലേ? ജനകന്റെ പുത്രി അവൾ ജാനകി. ജനകന്റെ പുത്രി ജാനകി. എങ്കിൽ ഭീമന്റെ ആയാലോ? ഭീമന്റെ പുത്രി ഭൈമി. ഈ ഭീമന്റെ പുത്രിയാണ് ആരാ? എന്താണ് നമ്മുടെ നളചരിത കഥയിലെ ദമയന്തി എന്ന് പറയുന്നത്. ഭീമന്റെ പുത്രിയാണ് ദമയന്തി. ഇപ്പൊ പെട്ടെന്ന് ഓർമ്മിച്ച് വെച്ചുകൊണ്ടത് ദമയന്തി എന്ന് പറയുന്നത് ആരാണ്? ദമയന്തിയാണ് അസൽ ഭൈമി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഭൈമി കാമുകർ എന്നൊരു ശൈലി തന്നെ ഉള്ളത് അല്ലെ? സ്ഥാനമോഹികൾ. അപ്പോൾ ഭൈമി എന്നാൽ ഭീമന്റെ പുത്രി എന്നർത്ഥം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പഞ്ചപാണ്ഡവരിലെ ഭീമനല്ല, ഇത് വേറെ ഭീമനാണ്. ഓക്കെ അല്ലേ? ശരി, ഓർമ്മിച്ച് വയ്ക്കുക. ഇനി ദ്രുപദന്റെ പുത്രി അവൾ ദ്രൗപദി. വാഞ്ചാലി അല്ലെ? ദ്രുപദന്റെ പുത്രിയാണ് അവൾ ദ്രൗപദി. പഠിക്കുവാനുള്ള ആഗ്രഹമാണ് പിപഡിസ. പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അവൻ പിപഡിഷു. പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ എന്നാണ്. പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ പിപഡിഷു. കുടിക്കുവാനുള്ള ആഗ്രഹം, കുടിക്കാനായിട്ട് അത് പിപാസ. കുടിക്കുവാനുള്ള ആഗ്രഹം പിപാസ. അപ്പോൾ ഒന്ന് നോക്കി വന്നേ. ജനകന്റെ പുത്രി ജാനകി, ഭീമന്റെ പുത്രി ഭൈമി, ദ്രുപദന്റെ പുത്രി ദ്രൗപദി. പഠിക്കുവാനുള്ള ആഗ്രഹം പിപഡിസ, പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ പിപഡിഷു, കുടിക്കുവാനുള്ള ആഗ്രഹം പിപാസ. ഇനി കുടിക്കുവാൻ ആഗ്രഹിക്കുന്നയാളാണെങ്കിലോ? അവൻ പിപാസു. പിപാസു. പഠിക്കുവാനുള്ള ആഗ്രഹം പിപഡിസ, പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ പിപഡിസു. അതേപോലെ തന്നെ കുടിക്കുവാനുള്ള ആഗ്രഹം അത് പിപാസ, കുടിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ പിപാസു. കാണുവാനുള്ള ആഗ്രഹം, കാണാനായിട്ട് അത് ദിദൃക്ഷ. കാണുവാനുള്ള ആഗ്രഹമാണ് ദിദൃക്ഷ. എങ്കിൽ കാണുവാൻ ആഗ്രഹിക്കുന്നവനാണെങ്കിൽ അത് ദിദൃക്ഷു. കാണുവാൻ ആഗ്രഹിക്കുന്നവനാരാ? അത് ദിദൃക്ഷു. കുറ്റം പറയുക. ഇത് നമ്മൾ കേട്ട് ശീലിച്ച വാക്കല്ലേ? കുറ്റം പറയാ. എന്താണ്? പഴിക്കുക. പഴിക്കുക. കണ്ണു കാണാത്തവൻ ഓൾറെഡി എന്താണ്? കണ്ണ് കാണാത്തവൻ എന്ന് പറയുന്നത് തന്നെ പ്രയോഗം തെറ്റാണ്. കാണാൻ കഴിയാത്തവൻ എന്ന് മതി അല്ലേ? കണ്ണ് കാണാത്തവൻ എന്താണ്? അവൻ അന്ധൻ. കണ്ണ് കാണാത്തവൻ എന്ത് വിളിച്ചു? അന്ധൻ എന്ന് വിളിച്ചു. ഭാര്യ മരിച്ചവൻ അവനാണ് വിദുരൻ. ഭർത്താവ് മരിച്ചവൾ വിധവ എന്നതുപോലെ തന്നെ ഭാര്യ മരിച്ചവൻ എന്ത് വിളിക്കും? വിദുരൻ എന്ന് വിളിക്കുന്നു. ഭാര്യ മരിച്ചവനെ വിദുരൻ എന്ന് വിളിക്കുന്നു. പറയുന്നയാൾ എന്നതിൻ്റെ ഒറ്റപ്പദമാണ് വക്താവ്. പ്രീവിയസ് ചോദ്യമാണ്. പറയുന്നയാൾ എന്നതിൻ്റെ ഒറ്റപ്പദമാണ് വക്താവ്. എങ്കിൽ കേൾക്കുന്നയാൾ എന്ന അർത്ഥം വരുന്ന ഒറ്റപ്പദം ഏതാ? കേൾക്കുന്ന ആൾ എന്നാണ്. മക്കൾ ഇതിലൊരു ടൈപ്പ് വന്നൊരിതാണ്. കേൾക്കുന്ന ആൾ എന്ന് പഠിച്ചിരിക്കും കേട്ടോ. കേൾക്കുന്ന ആൾ എന്നർത്ഥം വരുന്നത് ശ്രോതാവ്. കേൾക്കുന്നയാൾ ശ്രോതാവ്. മകളുടെ ഭർത്താവ് അവൾ ജാമാതാവ്. എങ്കിൽ പുത്രന്റെ ഭാര്യ പുത്രവധു അല്ലെ? പുത്രന്റെ ഭാര്യ എങ്കിൽ അത് സ്നുഷ. പുത്രന്റെ ഭാര്യ സ്നുഷ. എങ്കിൽ പുത്രന്റെ പുത്രൻ അവൻ പൗത്രൻ. പുത്രന്റെ പുത്രൻ പൗത്രൻ. പുത്രന്റെ പുത്രി
പൗത്രി, പുത്രന്റെ പുത്രി പൗത്രി. പറയുന്നയാൾ വക്താവ്, കേൾക്കുന്നയാൾ ശ്രോതാവ്, മകളുടെ ഭർത്താവ് ജാമാതാവ്, എന്താണ് പുത്രന്റെ ഭാര്യ സ്നുഷ, പുത്രന്റെ പുത്രൻ പൗത്രൻ, പുത്രന്റെ പുത്രി പൗത്രി, പുത്രന്റെ പുത്രി പൗത്രി. മകളുടെ മകൻ, നേരത്തെ മകന്റെ മകനെയാണ് പൗത്രൻ എന്ന് വിളിച്ചെങ്കിൽ മകളുടെ മകൻ അവൻ ദൗഹിത്രനാണ്. മകളുടെ മകൻ, മകളുടെ മകനെങ്കിൽ അത് ദൗഹിത്രൻ. പുത്രന്റെ പുത്രി പൗത്രി എങ്കിൽ മകളുടെ പുത്രിയുടെ പുത്രി അത് ദൗഹിത്രിയാണ്. പുത്രിയുടെ പുത്രി ദൗഹിത്രി, മകളുടെ മകൾ ദൗഹിത്രി. പിതൃ സഹോദരൻ, പിതൃ സഹോദരൻ, പിതാവിന്റെ സഹോദരൻ, പിതാവിന്റെ സഹോദരൻ. ശ്രദ്ധിക്കുക, പിതാവിന്റെ സഹോദരൻ എന്ന് പൊതുവെ ഞാൻ പ്രത്യേകിച്ച് ഇത് തന്നത് നമ്മുടെ പരീക്ഷകളിൽ 2 തരത്തിലാണ് ചോദ്യം ചോദിക്കുക. താതക എന്നത് കറക്റ്റായി പറഞ്ഞാൽ മാതാവിന്റെ സഹോദരനാണ്. മാതാവിന്റെ സഹോദരൻ, മാതാവിന്റെ സഹോദരൻ. എന്നാൽ പിതാവിന്റെ സഹോദരൻ എന്ന് പറയുന്നത് പിതൃവ്യൻ ആണ്. പിതൃവ്യൻ, പിതൃവ്യൻ. പിതാവിന്റെ സഹോദരൻ പിതൃവ്യനാണ്. പക്ഷെ ഈ പറഞ്ഞ പിതൃ സഹോദരൻ എന്ന് താതകുവിനെ വിളിക്കാറുണ്ട്, പിതൃവ്യനെ വിളിക്കാറുണ്ട്. 2 വാക്കും പഠിച്ചിരിക്കുക. താതകു എന്ന് കണ്ടാലും പിതൃവ്യൻ. ഞാനത് ഇവിടെ ഒന്നുകൂടെ മാറ്റി എഴുതാം. ഇവിടെ നോക്കിയേ, പിതൃവ്യൻ. പിതൃവ്യൻ എന്ന് കണ്ടാലും എന്ത് കൊടുക്കാം നിങ്ങൾക്ക്? പിതൃ സഹോദരൻ എന്ന് കൊടുക്കാം. അച്ഛൻ്റെ അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ അത് പിതാമഹൻ. അച്ഛൻ്റെ അച്ഛൻ പിതാമഹൻ. അച്ഛൻ്റെ അമ്മയാണെങ്കിലോ അത് പിതാമഹി. അച്ഛൻ്റെ അമ്മ പിതാമഹി. അമ്മയുടെ അച്ഛൻ, അമ്മയുടെ അച്ഛൻ മാതാമഹൻ. അമ്മയുടെ അച്ഛൻ മാതാമഹൻ. അപ്പോൾ മകളുടെ മകൻ അത് മകളുടെ മകൻ ദൗഹിത്രൻ, മകളുടെ മകൾ ദൗഹിത്രി. പിതൃ സഹോദരൻ താതകു എന്ന് പഠിക്കുക, പിതൃവ്യൻ എന്ന് പഠിക്കുക. താതകു എന്നത് മാതാവിൻ്റെ സഹോദരനാണ്. പിതൃ സഹോദരൻ പ്രോപ്പർ പറയുന്നത് പിതൃവ്യൻ എന്നാണ്. പക്ഷെ അത് PSC അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ചൊക്കെ ചോദിക്കാറുണ്ട്. അച്ഛൻ്റെ അച്ഛനാണ് പിതാമഹൻ, അച്ഛൻ്റെ അമ്മ പിതാമഹി, അമ്മയുടെ അച്ഛൻ മാതാമഹൻ, അമ്മയുടെ അച്ഛൻ മാതാമഹൻ, അമ്മയുടെ അച്ഛൻ മാതാമഹൻ. അമ്മയുടെ അമ്മ, അമ്മയുടെ അമ്മ. അപ്പൊ അമ്മയുടെ അമ്മ എന്നർത്ഥം വരുന്ന, അമ്മയുടെ അമ്മ എന്നർത്ഥം വരുന്ന ഒറ്റപ്പദമാണ് മാതാമഹി. അമ്മയുടെ അമ്മ മാതാമഹി, അമ്മയുടെ അമ്മ മാതാമഹി. ഇനി ഭാര്യയുടെ പിതാവ്, ഭാര്യയുടെ പിതാവ് അല്ല എങ്കിൽ ഭർത്താവിൻ്റെ പിതാവ്, ഭർത്താവിൻ്റെ പിതാവ്, പിതാവ് ശ്വശുരൻ. ഭാര്യാപിതാവ് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പിതാവ് ശ്വശുരൻ, ഭാര്യാപിതാവ് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പിതാവ് ശ്വശുരൻ. ഭാര്യയുടെ മാതാവ് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മാതാവ്, ഭർത്താവിൻ്റെ മാതാവ്. മക്കളെ രണ്ടിനും ഒരേ ഇതാണ് കേട്ടോ. ഭാര്യ മാതാവ് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മാതാവ് അത് ശ്വശ്രു, 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 ശ്വശ്രു. ഇതിൽ ശു എന്നാണ് കിടക്കുന്നത് അല്ലേ? കറക്റ്റ്, അത് ശ്വശ്രു എന്നാണേ. ശ്വശ്രു, ശ്വശ്രു ഇങ്ങനെയാണ്. ശ്വശ്രു, ശ്വശ്രു. ഓക്കെ അല്ലേ? ശ്വശ്രു, ശ്വശ്രു. ഇനി അന്യന്റെ ഉയർച്ചയിൽ ഉണ്ടാകുന്ന അസഹിഷ്ണുത അല്ലേ? അപ്പം മറ്റൊരാളെ നന്നാവുന്നത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു വികാരം അല്ലേ? നമുക്കല്ല കേട്ടോ, ചിലർക്ക് നമ്മളതിനെ കണ്ണേടി എന്നൊക്കെ പറയില്ലേ നാട്ടിലെ. ശരി, ഓക്കെ. അപ്പോൾ പഠിച്ചു വെക്കുക. അന്യൻ്റെ ഉയർച്ചയിലുണ്ടാകുന്ന അസഹിഷ്ണുത എന്താണ്? ഈർഷ്യ. അന്യൻ്റെ ഉയർച്ചയിലുണ്ടാകുന്ന അസഹിഷ്ണുത എന്ത് വിളിക്കും? ഈർഷ്യ എന്ന് വിളിച്ചു. ഇനി അതിഥിയെ സൽക്കരിക്കൽ, അതിഥിയെ സൽക്കരിക്കൽ PQ അല്ലേ? ആതിഥ്യം, അതിഥിയെ സൽക്കരിക്കൽ ആതിഥ്യം. അമ്മ വഴിയുള്ള കുടുംബശാഖ അതാണ് തായ് വഴി, തായ് വഴി. അമ്മ വഴിയുള്ള കുടുംബശാഖ എന്ത് വിളിച്ചു? തായ് വഴി എന്ന് വിളിച്ചു. അപ്പോൾ അമ്മയുടെ അമ്മ മാതാമഹി, ഭാര്യാപിതാവ് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പിതാവ് ശ്വശുരൻ, ഭാര്യയുടെ മാതാവ് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മാതാവ് ശ്വശ്രു. അന്യന്റെ ഉയർച്ചയിലുണ്ടാകുന്ന അസഹിഷ്ണുത ഈർഷ്യ, അതിഥിയെ സൽക്കരിക്കൽ ആതിഥ്യം, അമ്മ വഴിയുള്ള കുടുംബശാഖ താഴ് വഴി, അമ്മ വഴിയുള്ള കുടുംബശാഖ തായ് വഴി. അടുത്ത പദം 12 വർഷക്കാലം വ്യാഴവട്ടം. മക്കളെ വേണമെന്ന് പഠിച്ചു വെച്ചിരിക്കുക. 12 വർഷക്കാലം, 12 വർഷക്കാലം എന്നതിനെ സൂചിപ്പിക്കുന്ന പദമാണ് വ്യാഴവട്ടം. 12 വർഷക്കാലം വ്യാഴവട്ടം, 12 വർഷക്കാലം വ്യാഴവട്ടം. എന്നാൽ എളുപ്പത്തിൽ ചെയ്യാവുന്നത് അത് സുകരം. എളുപ്പത്തിൽ ചെയ്യാവുന്നത് സുകരം. ഇനി വർണ്ണിക്കാൻ സാധിക്കാത്തത് അത് അവർണ്ണനീയം. അവർണ്ണനീയം. വിനയത്തോടു കൂടിയവൻ നല്ല സ്വഭാവമുള്ളവൻ അല്ലേ? വിനയത്തോടു കൂടിയവൻ അവൻ വിനീതൻ. വിനയത്തോടു കൂടിയവൻ ആരാ? വിനീതൻ. വിനയത്തോടു കൂടിയവൻ വിനീതൻ. ദൂരെ സ്ഥിതി ചെയ്യുന്നത് ദൂരസ്ഥം. മുനിയുടെ ഭാവം അതാണ് മൗനം. മൗനം. ഒപ്പിന് പകരമിടുന്ന വര ചോദിക്കാനുള്ള ഒരു പദമാണ്. ഒപ്പിന് പകരമിടുന്ന വര അതാണ് കൈക്കീർ.
ഓക്കെ അല്ലേ? കൈക്കീർ ഒപ്പിന് പകരം ഇടുന്ന വരയാണ് കൈക്കീർ. ഒപ്പിന് പകരം ഇടുന്ന വര എന്ത് വിളിച്ചു? കൈക്കീർ എന്ന് വിളിക്കും. ഒപ്പിന് പകരം ഇടുന്ന വര ഏതാ? കൈക്കീർ. ക്ലിയർ അല്ലേ? അതേപോലെ തന്നെ യാഗം ചെയ്യിക്കുന്നവൻ അല്ലെങ്കിൽ യാഗം ചെയ്യിക്കുന്നവൻ എന്നൊക്കെ പറഞ്ഞു വരുന്നത് യജമാനൻ. യജമാനൻ, മാനൻ, യജമാനൻ. ക്ലിയർ അല്ലേ? യാഗം ചെയ്യിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന യജമാനൻ എന്ന് പറയുന്ന പദം ഇതാണ്. മറ്റേത് യജമാനൻ അല്ലെ, പണ്ട് നമ്മൾ യജമാനെ ഓ തമ്പ്ര യജമാനൻ എന്ന് വിളിക്കില്ല, അത് ഏ ആണ് കേട്ടോ. ഇത് ഓർമ്മിച്ച് വെക്കുക. യജമാനൻ എന്ന് പറയുന്നത് യാഗം ചെയ്യുന്നവൻ, യാഗം ചെയ്യിക്കുന്നവൻ എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം യജമാനനാണ്. ക്ലിയർ അല്ലേ? അപ്പൊ പറഞ്ഞു വരാലോ. 12 വർഷക്കാലം വ്യാഴവട്ടം, എളുപ്പത്തിൽ ചെയ്യാവുന്നത് സുഖരം, വർണ്ണിക്കുവാൻ സാധിക്കാത്തത് അവർണ്ണനീയം, വിനയത്തോടു കൂടിയവൻ വിനീതൻ, ദൂരെ സ്ഥിതി ചെയ്യുന്നത് ദൂരസ്ഥം, മുനിയുടെ ഭാവം മൗനം, മുനിയുടെ ഭാവം മൗനം. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സെറ്റ് ഒറ്റപ്പദങ്ങളാണ് നമ്മൾ നോക്കിയത്. ഇത് സ്കൂൾ പാഠപുസ്തകത്തിലും അതേപോലെ തന്നെ നമുക്കിപ്പോൾ പരീക്ഷകളിൽ കണ്ടുവന്നതുമായിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ഭാഗം നന്നായിട്ട് പഠിക്കുക. ഇതിൽ നിന്നുള്ള മാർക്കുകളെല്ലാം തന്നെ സ്കോർ ചെയ്യാൻ പറ്റട്ടെ. താങ്ക്